ബാങ്കുകൾക്ക് മുന്നിൽ പുതിയ ഉപാധിയുമായി മധ്യരാജാവ് വിജയ് മല്യ. വായ്പാ കുടിശ്ശികയിൽ 2468 കോടി കൂടി നൽകാമെന്ന് മല്യ പറഞ്ഞു. ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്ന കാര്യത്തിൽ മല്യയ്ക്ക് ഇപ്പോഴും മൗനമാണ്. കൂടുതൽ വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സോമി, വിവിധ ബാങ്കുകളിലായി 9,000 കോടി രൂപയാണ് ലോൺ എടുത്ത് വിജയ് മല്യ തിരിച്ചടക്കാനുള്ളത്. ഇതിൽ 4,400 കോടി രൂപ തിരിച്ചടക്കാൻ തയ്യാറാണെന്ന് നേരത്തെ തന്നെ വിജയ് മല്യ ഉപാധി വച്ചിരുന്നു. അതിന് ഉപരിയായിട്ടാണ് ഇപ്പോൾ 2,468 കോടി രൂപ കൂടി തിരിച്ചടക്കാമെന്ന് വിജയ് മല്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 6,868 കോടി രൂപ തിരിച്ചടക്കാൻ തയ്യാറാണെന്നും ഇതാണ് തന്നാൽ ഇപ്പോൾ കഴിയുന്ന ഏറ്റവും പരമാവധി തുക എന്നുമാണ് വിജയ് മല്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന കാര്യത്തെ സംബന്ധിച്ച് വിജയ് മല്യ കൂടുതൽ വ്യക്തമാക്കാൻ തയ്യാറായില്ല. മാത്രമല്ല, ഉയർന്ന ഇന്ധന വില വർധനവും നികുതി സമ്പ്രദായങ്ങളുമെല്ലാമാണ് കിങ്ഫിഷർ എയർലൈൻസിനെ നഷ്ടത്തിലേക്കാക്കുകയും അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലേക്ക് എത്തിക്കുകയും ചെയ്തതെന്നും വിജയ് മല്യ വ്യക്തമാക്കുകയുണ്ടായി. വലിയൊരു തുക ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് മുങ്ങിയതിനെ തുടർന്ന് മുംബൈയിലെ പ്രത്യേക കോടതിയിൽ സാമ്പത്തിക കുറ്റകൃത്യ കേസിന് ഇപ്പോഴും കേസ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മുംബൈ പ്രത്യേക കോടതി വിജയ് മല്യക്കെതിരെ ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചിരുന്നു. അതിനുശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിജയ് മല്യയെ ഇന്ത്യയിൽ അടിയന്തരമായി തിരിച്ചെത്തിക്കാൻ നടപടി ആവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തെഴുതുകയും ചെയ്തിട്ടുണ്ട്. സ്വാമി എം സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മദ്യ ഉപഭോഗം ഘട്ടം ഘട്ടമായി കുറയ്ക്കുകയാണ് CPIM നയമെന്ന് VS അച്യുതാനന്ദൻ. മദ്യവർജനവും CPIM നയമാണ്. ഇക്കാര്യം യെച്ചൂരി വ്യക്തമാക്കിയിട്ടുണ്ട്. വേട്ടക്കാരനൊപ്പം വേട്ടയാടുകയും മുയലിനൊപ്പം ഓടുന്നതുമാണ് UDF നയമെന്നും VS ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. വിജയ് മല്യയ്ക്ക് ഭൂമി നൽകിയത് ഇതിന് തെളിവെന്നും VS ചൂണ്ടിക്കാണിച്ചു. ഇടതുമുന്നണി നേതാക്കൾക്കിടയിൽ തർക്കങ്ങളില്ലെന്ന് കാനം രാജേന്ദ്രൻ. LDFിലെ വിവാദങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നത്. UDFിന്റെ മദ്യനയം പൊള്ളയാണെന്നും കാനം രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. വീര്യം കൂടിയ മദ്യത്തിന്റെ ഉപഭോഗം കുറച്ചുകൊണ്ടുവരും എന്ന് പറഞ്ഞവർ അധികാരത്തിലേറിയതിനു ശേഷം പുതിയതായി അനുവദിച്ച ബാറുകൾ 134. അപ്പോൾ പ്രകടന പത്രിക അവർക്ക് നടപ്പിലാക്കാൻ പറ്റില്ലല്ലോ. ഇതിനുശേഷം 2014 ശേഷം പുതിയ മദ്യനയം സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി UDFന് പ്രഖ്യാപിക്കേണ്ടി വന്നു. അങ്ങനെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ന് കേരളത്തിലുള്ള പഞ്ചനക്ഷത്ര ബാറുകൾ 29, ഇപ്പം 30 സംശയമുണ്ട്. 5 സ്റ്റാർ ബാറുകൾക്ക് ലൈസൻസ് നൽകിയതുമായി ബന്ധപ്പെട്ട് മന്ത്രി K ബാബു ഉൾപ്പെടെ 4 പേർക്കെതിരായ ഹർജി തൃശൂർ വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചു. K ബാബുവിനൊപ്പം എക്സൈസ് കമ്മീഷണർ, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ, വകുപ്പ് സെക്രട്ടറി എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് PD ജോസഫാണ് ഹർജി നൽകിയത്. കേസ് മെയ് 7-ന് പരിഗണിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്നു മുതൽ ഈ മാസം 29 വരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. രാവിലെ 11 മണി മുതൽ 3 വരെയാണ് പത്രികകൾ സ്വീകരിക്കുക. തെരഞ്ഞെടുപ്പിന് 24 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുന്നണികൾ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടന്നു. ഷീജ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, ഇന്ന് ഏതൊക്കെ പ്രമുഖ സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്? ഒപ്പം മറ്റു വിവരങ്ങൾ കൂടി. സോമി, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം രാവിലെ തന്നെ വന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇതേ തുടർന്ന് 11 മണിയോടുകൂടിയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു തുടങ്ങിയത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അദ്ദേഹം കഴക്കൂട്ടത്തെ ബ്ലോക്ക് ഓഫീസിലെത്തിയായിരുന്നു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നുമാണ് അദ്ദേഹം ജനവിധി തേടുന്നത്. ഇന്ന് ഭൗമദിനമായതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്ലോക്ക് ഓഫീസിന് മുന്നിലായി വൃക്ഷത്തൈ നട്ടതിനു ശേഷമാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മറ്റ് പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നും UDFിനെ പ്രതിനിധീകരിച്ച് സ്പീക്കർ N ശക്തനും അതോടൊപ്പം തന്നെ K മുരളീധരനും പബ്ലിക് ഓഫീസിൽ റിട്ടേണിംഗ് ഓഫീസർമാർക്ക് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. കളക്ടറേറ്റിൽ BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും അതോടൊപ്പം തന്നെ BJPയുടെ മുൻ അധ്യക്ഷൻ V മുരളീധരനുമാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിട്ടുള്ളത്. 29-ാം തീയതി വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുക. 29-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കേണ്ട അവസാന ദിവസം.
ഈ 30-ാം തീയതി നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്നതായിരിക്കും. അതിനുശേഷം 2-ാം തീയതി വരെയാണ് സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം. അതുകൊണ്ട് തന്നെ 2-ാം തീയതി 3 മണിക്ക് ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉള്ള സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം ലഭ്യമാവുകയുള്ളൂ. ഏതായാലും വിജ്ഞാപനം വന്ന് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു തുടങ്ങിയതോടെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമായിരിക്കുകയാണ്. സോമി, എസ് ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. പരവൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് 29 പേർ കസ്റ്റഡിയിലായി. അതേസമയം ദുരന്തവുമായി ബന്ധപ്പെട്ട് കൊല്ലം കമ്മീഷണർ ഓഫീസിൽ ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ കൊല്ലത്ത് നിന്നും ചേരുന്നുണ്ട്. രാജ്കുമാർ, ഇതുവരെ 29 പേരെയാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഒപ്പം മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? 8 അമ്പല കമ്മിറ്റി ഭാരവാഹികൾ, ഇതിന്റെ സ്ഫോടക വസ്തുക്കൾ വിറ്റ 2 വ്യാപാരികൾ കൂടാതെ തൊഴിലാളികൾ, ഇങ്ങനെയാണ് 29 പേർ ഈ കേസിൽ ഇതുവരെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും പലരും ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അതേസമയം ഇത് CCTV ദൃശ്യങ്ങൾ, കളക്ടറേറ്റിൽ നിന്ന് ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ ജില്ലാ കളക്ടറും അമ്പല കമ്മിറ്റി ഭാരവാഹികളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 6 മാസമായി പ്രധാനപ്പെട്ട CCTVകൾ പ്രവർത്തിക്കാത്തതിനാൽ അതിൽ ജില്ലാ കളക്ടറിന്റെ ചേംബർ ഉൾപ്പെടുന്ന ക്യാമറ കൂടി വിടും. അതുകൊണ്ട് തന്നെ അതിന്റെ ദൃശ്യങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ADMുമായി കൂടിക്കാഴ്ച നടന്ന ദൃശ്യങ്ങളുണ്ടോ എന്നും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ മുതൽ വില്ലേജ് ഓഫീസർ വരെ, അതുപോലെ സിറ്റി പോലീസ് കമ്മീഷണർ മുതൽ പരവൂർ SI വരെ ഇവരുടെ മുഴുവനും മൊഴി പലപ്പോഴായി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് ADGP ആനന്ദകൃഷ്ണൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. രാജ്കുമാർ കൊല്ലത്ത് നിന്ന്. ഉത്തരാഖണ്ഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. രാഷ്ട്രപതി ഭരണം റദ്ദാക്കിയ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അപ്പീൽ അല്പസമയത്തിനകം തന്നെ സുപ്രീം കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, സുപ്രീം കോടതി അപ്പീൽ പരിഗണിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. 3:30-ക്കാണ് പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്വാമി ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ബെഞ്ചാണ് ഇപ്പോൾ ഹർജി 3:30 പരിഗണിക്കുന്നത്. നിലവിൽ ഉത്തരാഖണ്ഡിൽ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഭരണം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരാഖണ്ഡ് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി മുഖാന്തരം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നിലവിൽ ഭരണഘടനയുടെ 356-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിൽ ഹൈക്കോടതിക്ക് ഇടപെടാനാകില്ലെന്നാണ് കേന്ദ്ര സർക്കാർ അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒപ്പം രാഷ്ട്രപതി തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിനെതിരെ ഹൈക്കോടതിക്ക് ഒരു ഉത്തരവിറക്കിയത് പുനഃപരിശോധിക്കേണ്ടതാണെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ വിശ്വാസ വോട്ട് തെളിയിക്കാനുള്ള സമയം നൽകാതെ തിടുക്കപ്പെട്ട് എന്തിനാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത് എന്നൊരു ചോദ്യമായിരുന്നു ഉത്തരാഖണ്ഡ് ഹൈക്കോടതി സ്വീകരിച്ചത്. നിലവിൽ ഈ അപ്പീലിന്മേൽ 3:30 വാദം ആരംഭിക്കും. ഇതിൽ എന്ത് തീരുമാനം സുപ്രീം കോടതി സ്വീകരിക്കുമെന്നതാകും ശ്രദ്ധേയം. ഇതോടൊപ്പം 9 വിമത MLA-മാരെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി തന്നെ വിശ്വാസ വോട്ടിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അയോഗ്യരാക്കിയത് ശരിവച്ചിരുന്നു. ഈ നടപടിക്കെതിരെയും കേന്ദ്ര സർക്കാർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ നടപടി സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം 9 വിമത MLA-മാരും സുപ്രീം കോടതി മുമ്പാകെ ഈ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഹർജി നൽകിയിട്ടുണ്ട്. ഇതിന്മേലുമുള്ള വാദവും സുപ്രീം കോടതിയിൽ തുടരും. സോമി, മനു ശങ്കറാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഈ വാർത്തയിലേക്ക്. പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിൽ ക്രൈംബ്രാഞ്ചിന് മുന്നറിയിപ്പുമായി റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് രംഗത്തെത്തി. ജില്ലാ കളക്ടർ ഷൈന മോളുടെ ഭാഗത്തു നിന്നും വീഴ്ച പറ്റിയിട്ടില്ലെന്നും കളക്ടറെ ക്രൂശിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്യാമറയുടെ തകരാർ കൃത്യസമയത്ത് കലക്ടറോണിനെ അറിയിച്ചിരുന്നതായും റവന്യൂ മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർ 3:30 മണിക്ക് ഈ സംഭവം ഉണ്ടായി. ഏതാണ്ട് 1/2 മണിക്കൂർ അവര് കൊല്ലത്തുള്ള അവരുടെ വീട്ടിൽ നിന്നും ഓടിയെത്താനുള്ള സമയം മാത്രമേ എടുത്തുള്ളൂ. അറിഞ്ഞ ഉടൻ തന്നെ ജില്ലാ കളക്ടർ ഈ സ്ഥലത്തെത്തി വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ച് അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഏറ്റവും നല്ല സ്തുത്യർഹമായ പ്രവർത്തനം നടത്തിയ ഒരു ജില്ലാ കളക്ടറാണ് കൊല്ലം ജില്ലാ കളക്ടർ എന്ന് പറയുന്നത്. അവരെ ഒരു കാരണവശാലും എന്തെങ്കിലുമൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ക്രൂശിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം തന്നെയാണ് റവന്യൂ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എന്റെ വ്യക്തമായ അഭിപ്രായം. കൊടും വരൾച്ചയിൽ ചുട്ടുപൊള്ളുന്ന മഹാരാഷ്ട്രയിൽ 11 വയസ്സുകാരന് ദാരുണാന്ത്യം. വെള്ളം തേടിയലഞ്ഞ ബാലൻ കിണറ്റിൽ വീണ് മരിച്ചു. മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയിലാണ് കടുത്ത വേനൽ ഒരു നാടിനെയാകെ കണ്ണീരണിയിച്ചത്. കുടിക്കാൻ വെള്ളം തേടിയലഞ്ഞ് ഒടുവിൽ കിണറ്റിൽ വീണ് മരിച്ച സച്ചിൻ ഗോപിനാഥ് എന്ന 11-കാരനാണ് ഇന്നീ മേഖലയുടെ ദുരന്തമുഖം. സച്ചിന്റെ വീടിന് 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സച്ചിൻ കാൽവഴുതി കിണറ്റിൽ വീണത്. നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തെങ്കിലും വൈകിപ്പോയിരുന്നു. ചേതനയറ്റ സച്ചിന്റെ ശരീരം മാത്രമാണ് അവർക്ക് കിണറ്റിന്റെ പുറത്തെത്തിക്കാനായത്. മഹാരാഷ്ട്രയിൽ വേനൽ ഏറ്റവും രൂക്ഷമായ മറാത്ത്വാഡ മേഖലയിലാണ്
ബീഡ് ജില്ല സ്ഥിതി ചെയ്യുന്നത്. സൂര്യതാപത്തിൽ ചുട്ടുപൊള്ളുന്ന ഇവിടെ 44 ഡിഗ്രിക്ക് മേളിലാണ് താപനില. ന്യൂസ് ഡെസ്ക്. പുതുതലമുറയ്ക്ക് പ്രചോദനമാവുകയാണ് തൊടുപുഴ മണക്കാട് സ്വദേശി സജികുമാർ. സ്വന്തം ജീവിതത്തിൽ നിന്നും പഠിച്ച പാഠങ്ങൾ തന്നെയാണ് സജിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. നല്ല മനസ്സും മണ്ണിനെ സ്നേഹിക്കാനുള്ള ഹൃദയവുമുണ്ടെങ്കിൽ കൃഷിക്ക് ഏക്കർ കണക്കിന് ഭൂമിയോ മറ്റു സൗകര്യങ്ങളോ വേണ്ടെന്ന് തെളിയിക്കുകയാണ് തൊടുപുഴ മണക്കാട് കുന്നുപുറത്ത് സജിമോൻ. വീടിന്റെ ടെറസിന് മുകളിലും അടുത്തുള്ള പുരയിടത്തിലുമെല്ലാം സജിയുടെ കുടുംബത്തിന്റെ ലാളനയിൽ വളരുന്നത് കാർഷിക കേരളത്തിന്റെ തനത് പച്ചക്കറികൾ മാത്രമല്ല, വടക്കേ ഇന്ത്യക്കാരുടെ ഇഷ്ടവിഭവമായ പാലക്ക് മുതൽ തമിഴ്നാടൻ മധുരൈ അമ്പഴം വരെയുണ്ട്. സ്വന്തം ജീവിതാനുഭവങ്ങൾ തന്നെയാണ് റേഷൻ കടക്കാരൻ കൂടിയായ സജിയെ മണ്ണിൽ പണിയെടുപ്പിക്കാൻ പഠിപ്പിച്ചത്. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന നാടൻ പച്ചക്കറി ടേസ്റ്റ് ഇന്ന് നമ്മൾ അനുഭവിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട് നമുക്ക്. അതിന്റെ ഏറ്റവും പ്രധാനമായി നമ്മൾ പല സാധനങ്ങളും നമ്മൾ കേട്ടിട്ട് പോലില്ലാത്ത പല സാധനങ്ങളും നമ്മൾ അന്വേഷിച്ച് പിടിച്ച് നട്ടുണ്ടാക്കി ഇപ്പം നമ്മളുടെ നാട്ടിലേക്കുള്ള പല ജനങ്ങളിലേക്ക് ഈ സാധനം എത്തിക്കാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. വീട്ടിലെ പശുവിന്റെ ചാണകവും മറ്റു ജൈവ വളങ്ങളുമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. കീടനാശിനിയായി ചില ഘട്ടങ്ങളിൽ സജി ഉപയോഗിക്കുന്ന മരുന്ന് ന്യൂ ജനറേഷൻ അറിഞ്ഞിരിക്കേണ്ടത് തന്നെ. സാക്ഷാൽ പെപ്സിയും കൊക്കക്കോളയും. ഈ വിഷം വാങ്ങിക്കുടിക്കുന്നവർ കൃഷിയിലേക്ക് തിരിയണമെന്നതാണ് സജിയുടെ കുടുംബത്തിന്റെ അഭിപ്രായം. സ്വയം നട്ടുവളർത്തുന്ന പച്ചക്കറിയുടെ രുചിയും ഒന്നു വേറെ തന്നെയെന്ന് സജിയുടെ ഭാര്യ സിന്ധുവും സാക്ഷ്യപ്പെടുത്തുന്നു. വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യം തന്നെ. കുട്ടികൾക്കായാലും വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ കോളിഫ്ലവർ ആയി എന്തും അവർക്ക് ബജ്ജി ഉണ്ടാക്കണേലും എന്തും ഉണ്ടാക്കണേലും ഇവിടെ വന്ന് കയറി വരുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്കത് എല്ലാം കൊണ്ടും നല്ല സന്തോഷമാണ്. പച്ചക്കറി കൃഷിക്കൊപ്പം മീൻ വളർത്തലും പരിമിതമായ സ്ഥലത്ത് സജി നടത്തുന്നുണ്ട്. ഒപ്പം പുതുപരീക്ഷണങ്ങളും. അത്തരത്തിലുള്ള ഒരു പരീക്ഷണമാണ് ഈ ചാക്കുകളിൽ മണ്ണ് നിറച്ചുള്ള മരച്ചീനി കൃഷി. മറ്റുള്ളവർക്ക് പ്രചോദനമായി വൈവിധ്യങ്ങൾ തേടിയുള്ള സജിയുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൃപ്പൂണിത്തുറയിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജിനായി സെൽഫി തരംഗം. മണ്ഡലത്തിനകത്തും പുറത്തുനിന്നും എന്നുവേണ്ട വിദേശങ്ങളിൽ നിന്നും സ്വരാജിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് പ്രായഭേദമില്ലാതെ അഭ്യുതകാംക്ഷികൾ. ടീം സ്വരാജ് തുടക്കമിട്ട ഈ വ്യത്യസ്ത പ്രചരണം സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറിക്കഴിഞ്ഞു. സ്ത്രീകൾ, യുവതിയുവാക്കൾ, കുട്ടികൾ, വൃദ്ധർ. തൃപ്പൂണിത്തുറയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി M സ്വരാജിന് വോട്ട് ചോദിച്ചുകൊണ്ട് ആയിരക്കണക്കിന് സെൽഫി വീഡിയോകളാണ് സെൽഫി ഫോർ സ്വരാജ് എന്ന ഫേസ്ബുക്ക് പേജിൽ പ്രായഭേദമന്യേ ഇവർ പോസ്റ്റ് ചെയ്യുന്നത്. രാഷ്ട്രീയ, കലാസാഹിത്യ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ഇവരിൽ ഉൾപ്പെടുന്നു. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. സ്വരാജ് ചേട്ടൻ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കണം എന്നുള്ളത്. സ്വരാജ് മാമൻ ജയിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യവുമാണ്. ചങ്ക് ബ്രോസിന്റെ കൊടും ഫ്രീക്കൻ സെൽഫികളുമുണ്ട് കൂട്ടത്തിൽ. ഞങ്ങൾ പൊന്നാനിക്കടുത്തുള്ള കാഞ്ഞിരമുക്കിലെ ഗോൾഡ് സ്റ്റാർ മെമ്പേഴ്സാണ്. ഈ കാണുന്നവരെല്ലാവരും ഞങ്ങളുടെ പ്രിയങ്കരനായ സ്വരാജേട്ടൻ ഇത്തവണ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്നുണ്ട്. സ്വരാജേട്ടന് ഞങ്ങൾ എല്ലാവിധ ആശംസകളും. നിങ്ങൾ പൊളിക്കൂ ബ്രോ. മണ്ഡലത്തിലെ തന്റെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കുന്ന തിരക്കിലായിരുന്നു M സ്വരാജ്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന സെൽഫി വോട്ടഭ്യർത്ഥനയെപ്പറ്റി സ്ഥാനാർത്ഥിയോട് ചോദിച്ചു. ചില കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയും. ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടിയോട് കളങ്കിതൻ ആരാണെന്ന് ചോദിച്ചാൽ അവരതിന് മറുപടി പറയും. വളർന്നു വരുന്ന തലമുറയുടെ ഒരു രാഷ്ട്രീയ അവബോധത്തെ കൂടി പ്രതിഫലിപ്പിക്കുന്നതാണ് ഇത്തരം പ്രതികരണങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. വോട്ട് ഫോർ സ്വരാജ് എന്ന ഫേസ്ബുക്ക് പേജിൽ സെൽഫി കൊണ്ട് നിറഞ്ഞതിനാലാണ് സെൽഫി ഫോർ സ്വരാജ് എന്ന പുതിയ പേജ് സ്വരാജിന്റെ ഹൈടെക് പ്രചരണ ടീമായ ടീം സ്വരാജ് തുടങ്ങിയത്. തൃപ്പൂണിത്തുറയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി M സ്വരാജിന് വേണ്ടി ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നാണ് സെൽഫി വോട്ടഭ്യർത്ഥനകൾ എത്തുന്നത്. തരംഗമാകുന്ന സെൽഫി വോട്ടഭ്യർത്ഥനകൾക്കും സ്ഥാനാർത്ഥി M സ്വരാജിനും ദൃശ്യങ്ങൾ പകർത്തിയ രഞ്ജിത്ത് രാജകുമാരിക്കുമൊപ്പം അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. തിരികെ വാർത്തയിലേക്ക്. കടൽക്കൊലക്കേസിൽ പ്രതികളായ ഇറ്റാലിയൻ നാവികർക്ക് രക്ഷപ്പെടാൻ വഴിയൊരുങ്ങുന്നു. പ്രതിയായ രണ്ടാമത്തെ നാവികനെയും രാജ്യം വിടാൻ അനുവദിച്ച കേന്ദ്ര സർക്കാർ നിലപാട് കേസിൽ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. നേരത്തെ കേസിൽ മൃദു സമീപനം ആരോപിച്ച് UPA സർക്കാരിനെ വിമർശിച്ച BJP അധികാരത്തിലെത്തിയപ്പോൾ നാവികനെ വിട്ടയക്കാൻ തീരുമാനിച്ചതും വിമർശനമാകുന്നു. പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് നരേന്ദ്രമോദി കടൽക്കൊലക്കേസിൽ സോണിയാഗാന്ധിയെ പരിഹസിച്ച് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത സന്ദേശവും സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാവുകയാണ്.
പ്രതിപക്ഷത്തായിരുന്നപ്പോൾ കടൽക്കൊലക്കേസിൽ UPA സർക്കാർ മൃദു സമീപനം സ്വീകരിക്കുന്നുവെന്ന് വിമർശിച്ച നരേന്ദ്രമോദിയും BJPയുമാണ് അധികാരത്തിലെത്തിയപ്പോൾ പ്രതികളെ വിട്ടയക്കാൻ ഒരുങ്ങുന്നത്. പൗരന്മാരെ തിരികെ നാട്ടിലെത്തിക്കാൻ ആദ്യഘട്ടം മുതൽ വിയർപ്പൊഴുക്കിയ ഇറ്റാലിയൻ ഭരണകൂടത്തിന്റെ വിജയം കൂടിയാണിത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കെതിരെ ഇറ്റലി സ്വീകരിച്ച നിലപാടുകൾ നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയായി. മിസൈൽ സാങ്കേതിക വിദ്യാ നിയന്ത്രണ സംവിധാനത്തിൽ ഇന്ത്യക്ക് അംഗത്വം നൽകുന്നതിനെ ഇറ്റലി എതിർത്തു. ഈ നീക്കമാണ് പ്രതിയായ സാൽവത്തോറ ജെറാം എന്ന നാവികനെ രാജ്യം വിടാൻ അനുവദിക്കുന്ന തീരുമാനത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിച്ചത്. ആയുധ കച്ചവടത്തിനായി കടൽക്കൊലക്കേസിൽ മോഡി സർക്കാർ കള്ളക്കളി തുടരുകയാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ അനുകൂല ചർച്ചകൾ ഉണ്ടാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞതുമില്ല. അന്താരാഷ്ട്ര ട്രൈബ്യൂണൽ ഇന്ത്യയിൽ കേസ് തുടരാമെന്ന് വിധിച്ചാൽ നാവികരെ ഇന്ത്യയിലേക്ക് മടക്കി അയക്കണമെന്ന ഉപാധി വച്ചാണ് ഇന്ത്യ പ്രതിയായ നാവികനെ ഇറ്റലിയിലേക്ക് അയക്കുന്നത്. ട്രൈബ്യൂണൽ വിധി ഇന്ത്യക്ക് എതിരായാൽ പ്രതികളായ നാവികർ എന്നേക്കുമായി രക്ഷപ്പെടും. BJP സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കടൽക്കൊലക്കേസിൽ ഇന്ത്യയുടെ വാദങ്ങൾ കൂടുതൽ ദുർബലമാകുന്നതാണ് കണ്ടത്. പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് നരേന്ദ്രമോദി കടൽക്കൊലക്കേസിൽ സോണിയാഗാന്ധിയെ പരിഹസിച്ച് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത സന്ദേശവും പുതിയ സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ഇറ്റാലിയൻ നാവികർ നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ കൊലപ്പെടുത്തി. മാഡം രാജ്യസ്നേഹിയാണെങ്കിൽ പ്രതികളെ ഏത് ജയിലിലാണ് അടച്ചിരിക്കുന്നതെന്ന് പറയണമെന്നാണ് 2014 മാർച്ച് 31 ട്വിറ്ററിൽ മോഡി കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.